പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയും ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വവും ലോകരാജ്യങ്ങളെ പുതിയ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റഷ്യൻ ഇന്ധനത്തിനു മേലുള്ള ചില നിയന്ത്രണങ്ങളിൽ US താൽക്കാലിക ഇളവ് നൽകിയതോടെ ഇന്ത്യ ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2026 മെയ് മാസത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഡിസ്കൌണ്ട് നിരക്കിലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു എന്നാണ് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. റഷ്യൻ ഇന്ധനം വാങ്ങുന്നതിനായി US അനുവദിച്ച 30 ദിവസത്തെ പ്രത്യേക ഇളവാണ് ഇന്ത്യയുടെ ഇറക്കുമതി വർധനയ്ക്ക് പ്രധാന കാരണം. മെയ് 16 മുൻപ് കപ്പലുകളിൽ ലോഡ് ചെയ്ത റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് 30 ദിവസത്തേക്കാണ് ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാലാവധി ഉടൻ അവസാനിക്കാനിരിക്കെ അതിനുശേഷം US സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതകൾ മുൻനിർത്തി റഷ്യൻ ഇന്ധന വാങ്ങൽ തുടരുമെന്ന സൂചനകളാണ് ഇന്ത്യ നൽകുന്നത്. മെയ് മാസത്തിൽ മാത്രം ഏകദേശം 5.8 ബില്യൺ യൂറോ മൂല്യമുള്ള റഷ്യൻ ഇന്ധനമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഈ വാങ്ങലിലൂടെ ചൈനയ്ക്ക് പിന്നാലെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമായി ഇന്ത്യ സ്ഥാനമുറപ്പിച്ചു. റഷ്യൻ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര വിപണിയേക്കാൾ കുറഞ്ഞ വില ലഭിക്കുന്നതും ഇന്ത്യൻ റിഫൈനറികൾക്ക് സാമ്പത്തികമായി കൂടുതൽ ഗുണകരമായ സാഹചര്യവും ഇതിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയിൽ ഏറ്റവും വലിയ പങ്ക് ക്രൂഡ് ഓയിലിനാണ്. മെയ് മാസത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത ആകെ ഊർജ്ജ ഉൽപ്പന്നങ്ങളിൽ 83% ക്രൂഡ് ഓയിലായിരുന്നു. ഇതിന് മാത്രം ഏകദേശം 4.8 ബില്യൺ യൂറോ ചെലവഴിക്കപ്പെട്ടു. ഇതിനു പുറമെ ഓയിൽ ഉൽപ്പന്നങ്ങൾക്കായി 550 ദശലക്ഷം യൂറോയും കൽക്കരിക്കായി 429 ദശലക്ഷം യൂറോയും ഇന്ത്യ ചെലവഴിച്ചു. ഏപ്രിൽ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി മെയ് മാസത്തിൽ 8% ഉയർന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങലിൽ മാത്രം 21% വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൂടെ ലഭ്യമായ ഇളവുകൾ ഇന്ത്യൻ എണ്ണ കമ്പനികൾ പരമാവധി ഉപയോഗിച്ചുവെന്നത് വ്യക്തമാകുന്നു. രാജ്യത്തെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളിലും ഈ വർധനവ് പ്രകടമായിരുന്നു. ഗുജറാത്തിലെ വാഡീന റിഫൈനറിയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഡെലിവറി പ്രതിമാസ അടിസ്ഥാനത്തിൽ 36% ഉയർന്നു. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ റിഫൈനിംഗ് കേന്ദ്രങ്ങളിലൊന്നായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ജാംനഗർ റിഫൈനിംഗ് കോംപ്ലക്സിൽ ഡെലിവറി 14% വർദ്ധിച്ചു. ഒഡീഷയിലെ പാരദീപ് റിഫൈനറിയിൽ എത്തിയ റഷ്യൻ ക്രൂഡ് ഓയിൽ അളവ് കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും ചെയ്തു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ US ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന ആശങ്കയെ തുടർന്ന് ഇന്ത്യയിലെ പൊതുമേഖല സ്വകാര്യ മേഖലയിലെ നിരവധി എണ്ണ കമ്പനികൾ റഷ്യൻ ഇന്ധന വാങ്ങൽ താൽക്കാലികമായി കുറച്ചിരുന്നു. എന്നാൽ പിന്നീട് ലഭിച്ച ഇളവിനെ തുടർന്ന് വീണ്ടും വലിയ തോതിൽ റഷ്യൻ ക്രൂഡ് വാങ്ങലിലേക്ക് കമ്പനികൾ മടങ്ങുകയായിരുന്നു. റഷ്യയുടെ കയറ്റുമതി കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2026 മെയ് മാസത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 50% ചൈനയിലേക്കാണ് പോയത്. ഇന്ത്യ 36% വിഹിതത്തോടെ 2ാം സ്ഥാനത്താണ്. തുർക്കിയിലേക്ക് 6%, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് 5% കയറ്റുമതി നടന്നു. ഇതിലൂടെ റഷ്യൻ ഊർജ്ജ വ്യാപാരത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സ്വാധീനം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. പശ്ചിമേഷ്യൻ യുദ്ധവും ആഗോള എണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. എന്നാൽ US ഇളവ് അവസാനിച്ചതിനു ശേഷം രൂപപ്പെടുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇന്ത്യയുടെ ഭാവി ഊർജ്ജ നയത്തെ എത്രത്തോളം ബാധിക്കുമെന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്ന പ്രധാന വിഷയം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.